നമസ്കാരം. ഫേസ്ബുക്ക് ലൈവ് വീഡിയോ ചെയ്തതിന് പിന്നാലെ ഓട്ടോ തൊഴിലാളി ജീവനൊടുക്കി. കാസർഗോഡാണ് സംഭവം. 58-കാരനായ അബ്ദുൾ സത്താറാണ് ജീവനൊടുക്കിയത്. ഓട്ടോറിക്ഷ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്നുണ്ടായ മാനസിക സംഘർഷത്തെ തുടർന്നാണ് ഇയാൾ ജീവനൊടുക്കിയതെന്നാണ് പ്രാഥമിക വിവരം. കാസർഗോഡ് പഴയ ഗീത ടാക്കീസിന് മുന്നിൽ വെച്ച് ഹോംഗാർഡുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഇയാളുടെ ഓട്ടോ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ 250 രൂപ പിഴ ഈടാക്കാവുന്ന വകുപ്പായിരുന്നു പോലീസ് ചുമത്തിയിരുന്നത്. അവിടെ ചെറിയ ബ്ലോക്കായി ആവുന്ന സമയത്ത് ഹോം ഗാർഡാണ് ഉണ്ടായിരുന്നത്. ഈ ഹോം ഗാർഡുള്ള സമയം ഹോം ഗാർഡ് പറഞ്ഞ് വണ്ടി സൈഡാക്കണം. ഇയാളെ കുറച്ച് അടുപ്പിച്ച് വെച്ച് പോയി. അപ്പോൾ ഇയാൾ എസ് ഐനെ വിളിച്ച് എസ് ഐ വന്ന് ചാവി ഉരുത്തുകൊണ്ട് ഇന്നൊക്കെ 5 ദിവസമായി ഇയാൾ ഇതിന്റെ പിന്നാലെ നടക്കുന്നത്. DSP സാർ വണ്ടി എടുത്തോ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അതുപോലെ വണ്ടി തന്നത് വണ്ടി കോടതിയിൽ ഹാജരാക്കുന്ന പറഞ്ഞത്. വണ്ടി കോടതിയിലാക്കാൻ വണ്ടി പുതിയ വണ്ടിയാണ്, എല്ലാ പേപ്പറുള്ള വണ്ടിയാണ്, ഒരു ഇത് പേപ്പർ ഇല്ലാത്ത വണ്ടിയല്ല. പക്ഷെ ഇയാൾ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് വന്നു. ഇന്ന് രാവിലെ ഇയാൾ ഏകദേശം ഒരു 12 മണി സമയം ഇയാൾ പറഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യും, വണ്ടി ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ എന്നൊരു വാക്ക് അയാൾ ഫേസ്ബുക്കിൽ ഇട്ടത്. എസ് ഐ പറഞ്ഞ് കേൾക്കുന്നില്ല, തരുന്നില്ല വണ്ടി. 5 ദിവസങ്ങൾക്ക് മുൻപാണ് പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് അബ്ദുൾ സത്താർ കാസർഗോഡ് ഡിവൈഎസ്പി സുനിൽ കുമാറിനെ കാണുകയും പരാതി ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് ടൗൺ സ്റ്റേഷനിലെത്തി തന്നെ വിളിക്കാനും SI അനൂപിനോട് ഓട്ടോ വിട്ടുതരാൻ പറയാം എന്നും അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷം കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ ഇയാൾ എത്തിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ തങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നുവെന്നും ഫോട്ടോ രേഖകൾ SI ആവശ്യപ്പെട്ടെന്നും മാത്രമല്ല വാഹനം കോടതിയിൽ ഹാജരാക്കുമെന്നും SI അനൂപ് അറിയിച്ചു എന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത്. FIR രേഖപ്പെടുത്തിയ വാഹനം രേഖകളില്ലാതെ ഹാജരാകാതെ വിട്ടു നൽകാൻ പ്രയാസമാണെന്നാണ് പോലീസ് പറഞ്ഞത്. മാത്രമല്ല പെട്ടെന്ന് ദേഷ്യത്തോടെ പ്രതികരിക്കുന്ന ആളാണ് സത്താർ എന്നും പോലീസ് പറഞ്ഞു. എന്നാൽ അങ്ങനെയല്ല എന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത്. പൊതുവെ ശാന്തനായിട്ടാണ് സത്താറിനെ കാണാറുള്ളതെന്നും ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. ഈ അന്വേഷണ വിധേയമായ ഉദ്യോഗസ്ഥനെ തൽക്കാലം ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാനും മേലുദ്യോഗസ്ഥൻ്റെ തീരുമാനപ്രകാരം ഇതിനുള്ള മറ്റുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണിച്ചിട്ട് അതിനുള്ള നടപടി സ്വീകരിക്കുന്നുള്ള ഉറപ്പ് DSP തന്നിട്ടുണ്ട്. ആരോപണം നമ്മൾ ഇവിടെ ആരോപിച്ചെന്ന് പറഞ്ഞെങ്കിൽ ഇയാൾ വണ്ടി പിടിച്ചിട്ട് 5 ദിവസമായി വണ്ടി പിടിച്ചുകൂടെ എത്തി. കഴിഞ്ഞ വ്യാഴാഴ്ച വണ്ടി പിടിച്ചതാണ്. ആ പിടിച്ച ശേഷം പല കാരണങ്ങൾ പറഞ്ഞ് ഇയാളെ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കും. ലാസ്റ്റും 2 ദിവസം മുമ്പ് DSP സാറിൻ്റെ അടുത്ത് വരെ പോയിട്ട് ഈ മറ്റേ വ്യക്തി പോയിട്ട് പറഞ്ഞപ്പോൾ DSP പറഞ്ഞ് നിങ്ങൾ സ്റ്റേഷനിൽ പോയിക്കാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് വിടാം. ഇവിടെ വന്നപ്പോൾ അയാൾ പറഞ്ഞ് പൊല്യൂഷൻ പേപ്പർ കൊണ്ടുവന്നു. അതിൽ 7 മാസമേ പുതിയ വണ്ടിക്ക് എന്ത് പൊല്യൂഷൻ പേപ്പർ എന്ന് പറഞ്ഞ് വീണ്ടും അയാൾ തിരിച്ചു പോയി. അങ്ങനെ ടോർച്ചർ ചെയ്യാണ്. ഇതിനല്ല ഇയാൾ പല ഡ്രൈവർമാർ പല രീതിയിലും ടോർച്ചർ ചെയ്തുകൊണ്ട്. അതിന് കാസർഗോഡ് സ്റ്റേഷനെ കുറിച്ച് നമുക്ക് നല്ല അഭിമാനമുണ്ട്. നമ്മുടെ ഓട്ടോ തൊഴിലാളികൾ അത്ര മാന്യമായിട്ടാണ് നമുക്ക് എല്ലാ സാഹചര്യത്തിലും. പക്ഷേ ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഈ രീതിയിൽ നമ്മുടെ സംസ്ഥാന പേര് പറഞ്ഞു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓട്ടോ തൊഴിലാളികൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വെറുതെ ആക്ഷേപിച്ചിട്ട് മറ്റേ അടിച്ചതാണ് കയറിയിട്ട്. എന്താ വെച്ചാൽ ചെറിയ പ്രശ്നം, എന്താ വെച്ചാൽ ചെറിയൊരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് എന്തുമില്ല. എന്താ വെച്ചാൽ ചെറിയൊരു പ്രശ്നം ഇയാൾ വലിയതാക്കിയിട്ട് ഓട്ടോറിക്ഷക്കാരെ കാണുന്നത് തന്നെ അലർജി പോലെ കാണുന്ന ഒരു SI ആയിട്ടാണ് ഈ ടൗൺ SI മാറിയിട്ടുള്ളത്. ഇയാളെ നടപടിക്കെതിരെയാണ് ഇപ്പോൾ ആക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇയാൾക്കെതിരെ ആക്ഷൻ എടുക്കാണ്ട് ഞങ്ങൾ ആ ബോഡി ആടുന്നതെന്ന് വെച്ചാൽ എടുക്കുന്നതിൽ മുന്നോട്ട് പോവുകയേ ചെയ്യില്ല. ബോഡി അവിടെ തന്നെ ഉണ്ട്. ആടുന്ന് എടുക്കാൻ വിടണമെങ്കിൽ ഇയാൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി കൈക്കൊള്ളണം. അതിപ്പോൾ DYSP സാറാണ് പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോൾ യൂണിയൻ്റെ സംയുക്ത യൂണിയൻ്റെ ആൾക്കാർ ഈ സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഇപ്പോൾ അല്ലാതെ ഇയാളെ ഈ മറ്റെന്താ കുറേ എന്താ കാട്ടാള വേഷം പോലെ തിരിച്ചിട്ട് ഇയാളെ ഈ മറ്റേ ഓട്ടോറിക്ഷക്കാരോട് ഇങ്ങനെ കത്തിക്കയറേണ്ട കാര്യമില്ല. അത് ഇയാൾ വ്യക്തമാക്കട്ടെ. എന്തെന്ന് ഓട്ടോറിക്ഷക്കാരോട് ഈ ചൊടി എന്തെന്ന് ഇയാൾ വ്യക്തമാക്കി പറയട്ടെന്ന്, പൊതുവിൽ പറയട്ടെ. ഇത് എന്ന് വെച്ചാൽ മൂന്നാമത്തെ എന്തോ മറ്റേ ഇതാണ് ഈ ഡ്രൈവർക്കെതിരെ ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ ഇന്നൊരാൾ ഇതിന് മുമ്പ് വേറെ ഡ്രൈവർ ഇയാൾ ഇങ്ങനെ ആക്കി വന്നിട്ടായിട്ട് അന്നേരം എന്ന് വെച്ചാൽ യൂണിയൻ്റെ ആൾ വന്നിട്ടായിട്ട് അന്ന് മൊബൈലിൽ ഫോട്ടോ എടുക്കുമ്പോൾ അയാളെ വരെ ഭീഷണിപ്പെടുത്തി ഇയാൾ. അപ്പോൾ ഇയാളെ നടപടി ശരിയല്ല എന്നാണ് പറയുന്നത്. ഇതിനേക്കാൾ മുമ്പേ കുറേ SI മാരെല്ലാം വന്നിട്ട് ജോലി ചെയ്ത് തന്നെ ഓട്ടോറിക്ഷക്കാരോട് മറ്റേ ഇങ്ങനെ കത്തിക്കയറുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്താ പറഞ്ഞാൽ ഇയാളെ ഈ നടപടി ശരിയല്ല. ഹാർബറിലേക്ക് ബസ്സിലേക്ക് ചോറും കൊണ്ടുപോകുന്ന നേരെ ബോട്ടിൻ്റെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ചോറും കൊണ്ടുപോകുന്നത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വണ്ടി അട്ടം വെച്ച് വന്നിട്ട് വണ്ടി ഫുള്ള് മേലെല്ലാം തപ്പാസാക്കി ഒരാഴ്ച എന്ത് മേൽ അങ്ങനെ ജബർദസ്തി ഇതാക്കേണ്ട ആവശ്യമുണ്ട് പറയല്ലോ എന്നാണ്. അതുകൊണ്ട് നീ മുണ്ടാതെക്കണം പറഞ്ഞിട്ട് ഫുള്ള് വണ്ടി തപ്പി കീസ് തപ്പി എന്നിട്ട് കഞ്ചാവിൻ്റെ ആളുണ്ടാക്കി. മനസ്സിലായോ? ഇതേപോലെ ഓഫീസറാ ഇതേ SI മര്യാദയില്ലാത്ത ഒരു SI അമ്മ ഇപ്പം എത്ര SI കണ്ടിന് CN കണ്ടിന് എല്ലാം കണ്ടിന്. ഇങ്ങനത്തെ ഒരു ഇതില്ലാത്ത ആളെ കണ്ടില്ല. അഞ്ച് ദിവസം പിന്നിട്ടപ്പോൾ
അപ്പോൾ എന്നെ ഒരു പോലീസുകാർ വന്നിട്ട് പറഞ്ഞു നീ വണ്ടി എന്തിനും ബസ് സ്റ്റാൻഡിൽ സൈഡാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കോൾ വന്നിട്ട് സൈഡാക്കിയ സാറേ ഇവിടെ നിന്ന് വണ്ടി വെച്ചിട്ട് സംസാരിക്കൊന്നും പറ്റില്ല, നീ വണ്ടി എടുത്തിട്ട് പോയിക്കൊന്നു പറഞ്ഞു. അപ്പോൾ എന്ത് ഇത് ഗൂണ്ടായി സാർ. സംഭവത്തെക്കുറിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്നും പോലീസ് ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടനടി നടപടികൾ സ്വീകരിക്കുമെന്ന് ഡിവൈഎസ്പി കൂട്ടിച്ചേർത്തു.